അവന് ഹേട്ട് ചെയ്യുന്ന പോലെ ഇവളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും സോറി എന്ന് പറഞ്ഞിട്ട് ലീല അവിടെ നിന്ന് പോകും. അപ്പരാണ് ഇതൊക്കെ കേട്ട് ടീച്ചർ സന്തോഷപ്പെടുന്നത്. അതിനുശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടി ലീലയെ സുങ്ഷിനെ വിളിക്കുമ്പോഴാണ് അവള് എന്നെയാണ് വിളിച്ചെന്ന് ചോദിക്കും. അപ്പരാണ് ഇവളും നീ സാങ്ഷിയോട് പോവാണോ, എങ്കിൽ പിന്നെ ഞാൻ ഒറ്റ കേൾക്കണം എന്നിന് ഇവളും പറയുമ്പം ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീണ്ടും ഒന്നിക്കും. അങ്ങനെ ഇതൊക്കെ സാങ്ഷിയും കണ്ട് സന്തോഷപ്പെട്ടിട്ട് ഇനി ഞാൻ ലഞ്ച് ഒറ്റയ്ക്കണം കഴിക്കണം എന്ന് പറയുമ്പോഴാണ് ജിൻഹാൻ ഇത് കേട്ടിട്ട് എങ്കിൽ പിന്നെ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൂട്ടിനാവും. അതിനുശേഷം ഇവർ നാലിനും കൂടെ ഒരുമിച്ച് അടിക്കുമ്പോഴാണ് ലീല അവളുടെ കൂട്ടുകാർ വഴക്ക് പറയുന്നത് ഇവളെ കണ്ട് പേടിച്ചിട്ടൊന്നും സാങ്ഷിയോട് മിണ്ടായിരിക്കണ്ടെന്ന്. കാരണം എല്ലാവരോടും സംസാരിക്കുന്നത് അവരവരുടെ ചൂസാ. അങ്ങനെ അതും പറഞ്ഞ് ലീലയും ഇവരോടൊക്കെ സോറി പറഞ്ഞിട്ട് ഇനി നമ്മളെല്ലാം ഫ്രണ്ട്സ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ശെങ്ങും വരുന്നത്. അയ്യോ നിങ്ങളൊക്കെ എപ്പോ തൊട്ടോ ക്ലോസ് ആയ, ഞാനറിയാതെ ഇതൊക്കെ സംഭവിച്ചോ എന്നിന് അവനും ചോദിക്കുമ്പം ലീല അതിനിപ്പോ എന്തോ ചോദിക്കും. അപ്പനാണ് അവനും ശരി ഞാൻ നിന്നെ വെറുതെ ഇട്ടേക്കുന്നത്, എന്തായാലും കൊച്ചുകാലത്തെ ഞങ്ങളുടെ ഫാറ്റി അല്ലേ നീ, നിന്നെ പിള്ളേരൊക്കെ റാഗ് ചെയ്തപ്പം ഞാനും സാങ്ഷിയ ഒന്ന് ഹെൽപ്പ് ചെയ്ത എന്നിന് ഇവനും പറയുമ്പോഴാണ് അവളും ദേഷ്യത്തി എന്നെ ഫാറ്റി എന്ന് വിളിക്കണ്ടെന്ന് പറയും. അതോടെ അവനും ഫാറ്റിന്ന് കുറെ പ്രാവശ്യം അവളെ കളിയാക്കാൻ തുടങ്ങും. അതിനുശേഷം ലീലിയും സുങ്ഷിനെ വിളിച്ചോണ്ട് ബ്രോഡ്കാസ്റ്റ് റൂമിലേക്ക് പോകുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നെന്ന് പറഞ്ഞ് സന്തോഷത്തിരിക്കും. അപ്പനാണ് ബ്യൂട്ടി ക്ലബ്ബില് മറ്റേ പെമ്പിളെല്ലാരും കൂടെ ഇവളുടെ പ്രശ്നം സോൾവ് ആയ കാര്യം അറിഞ്ഞ് വീണ്ടും സംസാരിക്കാൻ വേണ്ടി വരും. അപ്പനാണ് ലീലയും ദേഷ്യത്തി നിങ്ങൾ എന്റെ പോലെ എന്തൊക്കെ സംസാരിച്ചെന്ന് എനിക്കറിയാന്ന് അവൾ അവരായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. കാരണം ഇവളെ കുറിച്ച് ന്യൂസ് ലീക്ക് ആയതോടെ ഇവളെ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ട് അവര് ബ്യൂട്ടി ക്ലബ്ബിലെ ലീഡർ ആണെന്നാണ് തർക്കിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഇതൊക്കെ ലീല എടുത്ത് പറയുമ്പോഴാണ് അവർക്കും ദേഷ്യം വന്നിട്ട് നീ ആരാന്ന് നീ വിചാരിച്ചേക്കുന്നത് എന്നിന് ലീലയോട് തർക്കിക്കുമ്പം സുങ്ഷിന് അവളെ സപ്പോർട്ട് നിൽക്കും. അപ്പോഴാണ് അറിയാതെ അവള് മൈക്ക് ഓൺ ചെയ്യുന്നത്. അതോടെ ഇവർ സംസാരിക്കുന്നതൊക്കെ സ്കൂൾ മൊത്തത്തിൽ കേൾക്കും. അപ്പോഴാണ് അവര് സുങ്ഷിനെ കണ്ടിട്ട് ലീല കാരണം നീയൊക്കെ ബ്യൂട്ടി ക്ലബ്ബിൽ ചേർന്നെന്ന് അവരെ കളിയാക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ദേഷ്യത്തി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ജിൻഹാന് നെഞ്ചുവേനയോടെ അവന് ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പോലും അവർക്ക് സപ്പോർട്ടിന് വേണ്ടി ഇവനും കൂടെ ഓടിച്ചില്ലും. അപ്പോഴാണ് ലീല അവരോടെല്ലാം അവൾ ഈ ബ്യൂട്ടി ക്ലബ്ബ് തുടങ്ങാൻ കാരണം തന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പിയറൻസിനെ ബേസ് ചെയ്തല്ല അവരുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് അവർക്കൊക്കെ മനസ്സിലായി കൊടുക്കും. അപ്പോഴാണ് ഇതൊക്കെ പ്രിൻസിപ്പളും കേട്ട് സന്തോഷിച്ചിരിക്കുന്നത്. അതേസമയം മറ്റേ ക്ലാസ്സിലെ സാർ ഇത് കേട്ടിട്ട് കട്ട കലിപ്പി അവിടേക്ക് വരും. അങ്ങനെ ഇവന്മാർ അതേസമയം അവർക്ക് സപ്പോർട്ടിന് വേണ്ടി അവിടെ നിൽക്കുമ്പോഴാണ് മറ്റേ ക്ലാസ്സിലെ സാറും വന്നിട്ട് ഇവരോടൊക്കെ ദേഷ്യപ്പെടും. എല്ലാവരും പേരൻസിനെ ഇപ്പൊ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഇവരുടെ ക്ലാസ് ടീച്ചറും വന്നിട്ട് ആ സാറിനെ സമ്മാനപ്പെടുത്തുന്നത്. സാറേ ഇനി ഇവന്മാർ ഇങ്ങനെ ചെയ്യത്തില്ല, ഞാൻ അവർക്കൊരു നല്ല പാഠം പഠിപ്പിക്കാം, എടാ പൊയ്ക്കോ എന്നിട്ട് ടീച്ചർ അവരെ പറഞ്ഞിട നോക്കുമ്പോഴാണ് ആ സാറും ദേഷ്യത്തി ഇല്ല ഇവരെ അങ്ങനെ വെറുതെ ഇട്ടാ പോരാ, ഇവർക്ക് പനിഷ്മെന്റ് കൊടുക്കണം എന്നിട്ട് ആ സാർ ഇവരെയൊക്കെ ഗ്രൗണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കും. അങ്ങനെ ക്ലാസ് 1 പഠിക്കുന്നവന്മാരൊന്ന് ജിൻഹാനാണ് ഇവിടെ തൂക്കുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ കളിയാക്കി ഫോട്ടോസ് എടുക്കാൻ നോക്കുമ്പോഴാണ് ഇവെല്ലാം ദേഷ്യത്തി ജിൻഹാനെ സപ്പോർട്ട് ചെയ്യുന്നത്. എടാ ജിൻഹാൻ നീ ആരാന്ന് അവർ കാണിച്ചു കൊടുക്കറ എന്നിന് ഷെങ് പറയുമ്പോഴാണ് അവനും എടാ നീ ആരോടെ സംസാരിക്കുന്നത്, ഇവിടെ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നിന് അവരൊക്കെ കളിയാക്കുമ്പോഴാണ് അവരും ദേഷ്യത്തി നിങ്ങളുടെ ക്ലാസ്സിനെക്കാട്ടിലും ഞങ്ങളുടെ ക്ലാസ് ആ പഠിത്തത്തിലും സ്പോർട്സിലും നമ്പർ ഉണ്ടെന്ന് അവരൊക്കെ പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഷെങ്ങും ഓ സ്പോർട്സിലൊക്കെ നിങ്ങൾ തോറ്റുപോടെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്ലാസ്സിൽ പിള്ളേരൊന്നും അധികം ഇല്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ജയിച്ച ഈ തവണ നിങ്ങൾ പൊട്ടും എന്നിന് അവൻ പറയുമ്പോഴാണ് അവരും നിങ്ങൾക്ക് വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങളൊക്കെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ വീക്കാ എന്നിന് അവരെ കാക്കാൻ തുടങ്ങുമ്പോഴാണ് ഷെങ്ങും എങ്കിൽ പിന്നെ കോമ്പറ്റീഷൻ വെക്കാന്ന് പറഞ്ഞിട്ട് അവരെ ചാലഞ്ചിന് വിളിക്കും. അങ്ങനെ മത്സരത്തിൽ തോക്കുന്നവര് ഇവരുടെയൊക്കെ അടിമയാകണം എന്ന് പറയുമ്പോഴാണ് ഷെങ്ങും ഞാൻ റെഡി എന്ന് പറയാൻ പോകും. അപ്പോഴാണ് ലീലിയും പറഞ്ഞിട്ട് എടാ നിന്റെ ചലഞ്ചിന് വേണ്ടി നീ എല്ലാവർക്കും പണി കൊടുക്കാൻ നോക്കണം എന്നിന് അവളും തടയുമ്പോ തന്നെ അവരും കളിയാക്കാൻ തുടങ്ങും. എന്തോ പറ്റി പേടിച്ചോയോ, വേണം ഇപ്പൊ തന്നെ തോൽവി സമ്മതിച്ചോ, ഞങ്ങൾ കുറച്ച് പണിയൊക്കെ തരത്തുള്ളൂ എന്നിന് അവരും പറയുമ്പോഴാണ് പെട്ടെന്ന് ലിങ്ഷിയും ചാലഞ്ചിന് ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് അവളൊരു ക്ലാസിന്റെ ലീഡറായിട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷം അടുത്ത ശനിയാഴ്ച തന്നെ ഇവരുടെ മാച്ച് നടത്താന്ന് പറഞ്ഞിട്ട് ഇവർ ക്ലാസ് മൊത്തത്തിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഷെങ്ങിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ റണ്ണിങ് റേസ് ഓടാനും ലോങ് ജമ്പ് ചാടാനും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാലും മറ്റേ ക്ലാസ്സിന് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഇവരും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് അവസാന കോമ്പറ്റീഷൻ വന്ന് നിൽക്കും. അപ്പോഴാണ് ഇതൊക്കെ ടീച്ചർ അറിഞ്ഞിട്ട് അവരെ തടയാൻ വേണ്ടി വരുമ്പം PT സാറും വന്ന് ടീച്ചറിനെ തടയും. മിസ്റ്റൻ നിങ്ങൾ അവരെ തടയണ്ട, ഒരു ഫൈറ്റിനുള്ള പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്പോർട്സാ, അതുകൊണ്ട് ഇവര് ധൈര്യമായിട്ട് സ്പോർട്സ് കളിക്കട്ടെ, നമുക്ക് ഇവിടുന്ന് ടൈം പാസ് ചെയ്യാം എന്നിട്ട് ഇവരുണ്ടേരും കൂടെ അവരുടെ കോമ്പറ്റീഷൻ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർക്ക് മൊത്തത്തിൽ 6 മത്സരം കാണും. അതിൽ ആദ്യത്തെ 5 എണ്ണവും ഇവരെല്ലാരും കൂടെ ജയിക്കും. പക്ഷെ മറ്റേ ക്ലാസ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവന്മാരുടെ ക്ലാസ്സിൽ ആ ലാസ്റ്റ് മത്സരം മാത്രം ഇതുവരെ പൊട്ടിയിട്ടേ ഇല്ല, അതുകൊണ്ട് ആ മത്സരത്തിന് മാത്രം അവന്മാര് 60 പോയിന്റ് വെച്ചേക്കും. അതായത് ഇവരിപ്പോൾ 5 മത്സരം ജയിച്ചാലും ഇവർക്ക് 50 പോയിന്റേ ഉള്ളു. പക്ഷെ അവരാ ഒറ്റ മത്സരം ജയിക്കുവാണെങ്കിൽ 60 പോയിന്റ് വാങ്ങിച്ച് അവരായിരിക്കും ജയിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഇട്ടാണ് അവർ ഷെങ്ങിനെ പറ്റിച്ച് ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി ജിൻഹാനും ആ മത്സരത്തിൽ നമ്മളായിരിക്കും ജയിക്കുന്നതെന്ന് പറഞ്ഞ് ഷെങ്ങും സാങ്ഷിയും ജിൻഹാനും കൂടെ ആ മത്സരത്തിൽ പങ്കെടുക്കും. അങ്ങനെ 3 കാലം കൊണ്ട് നടക്കുന്നതാണ് മത്സരം. ഇതിന് മുമ്പത്തെ റിലേ റേസിനകത്ത് ഇവരുടെ ക്ലാസ്സിലൊരു പെങ്കൊച്ചിന് പരിക്കൊറ്റി കാണും. അങ്ങനെ അവൾക്ക് പകരമായിട്ട് സാങ്ഷിയാണ് ഓടിയത്. അതുകൊണ്ട് ഇപ്പൊ സാങ്ഷിയും നല്ല ടയേർഡിലായിരിക്കുന്നത്. അതുകൊണ്ട് അവള് നടക്കാൻ പറ്റാതെ ക്ഷീണിച്ചു വരുമ്പോഴാണ് മറ്റേ ക്ലാസ്സും ആദ്യം തന്നെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ജിൻഹാനും നമുക്ക് ഇവളെ പൊക്കെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സാങ്ഷിയെ പൊക്കെ എടുത്തോണ്ട് സ്പീഡ് ഇങ്ങനെ നടന്നു പോകും. അങ്ങനെ അവരെയും പൊട്ടിച്ച് സ്പീഡ് നടക്കുമ്പോഴാണ് അവസാനം ഇവരുടെ ക്ലാസ്സും ജയിക്കും. അതോടെ ടീച്ചറെ
സന്തോഷപ്പെട്ടിട്ട് നമ്മുടെ ക്ലാസ് ജയിച്ചെന്ന് പറഞ്ഞിരിക്കുമ്പോൾ മറ്റേ ക്ലാസ്സും പേടിച്ച് അടുത്തേക്ക് നിൽക്കും. അപ്പോഴാണ് ഇവരെല്ലാരും കൂടെ മത്സരത്തിൽ തോറ്റെന്ന് പറഞ്ഞ് നിങ്ങളെ പോലെയൊന്നും ഞങ്ങൾ അടിമയാക്കത്തില്ല, നമ്മളൊക്കെ ഫ്രണ്ട്സാ, എല്ലാ ക്ലാസ്സും ഒരേപോലെയാ. ഏതിന് ഷെങ് ഇവരെല്ലാരും കൂടെ പറയുമ്പം 2 ക്ലാസ്സും കൂടി സമാനമാകും. അതിനുശേഷം ടീച്ചറും എല്ലാവർക്കും എന്റെ വക ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും. അപ്പോഴാണ് ഷെങ് അറിയാതെ ജ്യൂസ് എന്ന് പറഞ്ഞ് ടീച്ചറിന് മാത്രം ആൽക്കഹോൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ടീച്ചർ അതടിച്ച് ഫിറ്റ് ആകുമ്പോഴാണ് PT സാർ നോക്കുമ്പോൾ അത് ആൽക്കഹോളാന്ന് മനസ്സിലാകും. അതോടെ സാറും പണി കിട്ടിയെന്ന് പറഞ്ഞ് ടീച്ചറിന് നോക്കുമ്പോഴാണ് ടീച്ചറും ബോധമില്ലാതെ എല്ലാവരുടെ ഫ്രണ്ടിൽ സംസാരിക്കാൻ തുടങ്ങും. പിള്ളേരെ, നിങ്ങളൊക്കെ ഒട്ടും പഠിക്കത്തില്ല, എന്നിട്ട് ഞാൻ അതൊക്കെ സഹിച്ചോണ്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ മാർക്ക് വാങ്ങിക്കാത്തതുകൊണ്ട് എന്റെ പ്രൊഫസർ എന്നെ വഴക്ക് പറയുന്നത്. ആ ക്ലാസ് 1 സാറ് എപ്പോഴും വഴക്ക് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ വയ്യ. എടാ ഷെങ്, നിനക്ക് മനസാക്ഷി ഉണ്ടോടാ? നീ പഠിക്കത്തില്ല, ക്ലാസ് ഇട്ടിട്ട് എവിടാടാ പോന്നെ എപ്പോഴും? ഏതിന് ടീച്ചറും ചോദിക്കുമ്പോഴാണ് എന്നെയാണ് ടീച്ചർ, സോറി അത് ക്ലാസ് ഇരിക്കാൻ പറ്റാത്തോണ്ട. ഏതിന് അവനൊരു ഷോക്ക് ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അതിനെ ശിവലം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ജിൻഹാനും പറയുന്നത് നമ്മൾ കാരണം ടീച്ചർ കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന്, അതുകൊണ്ട് ഇനിയെങ്കിലും പഠിക്കുന്ന പറഞ്ഞിട്ട് സാങ്ഷ്യ പറഞ്ഞേക്കും. അതിനുശേഷം അവൾ ഇന്ന് നടന്ന കാര്യമൊക്കെ അവളുടെ ഓൺലൈൻ ഫ്രണ്ടായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ടീച്ചറും ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഇന്നലെ ബോധമില്ലാതെ പറഞ്ഞതിൽ ഓർമ്മ വന്നിട്ട് നാണക്കേടോടെ ക്ലാസിന്റെ അകത്തേക്ക് കയറും. അപ്പോഴാണ് ഇവെല്ലാം ചിരി അടക്കി വെച്ചോണ്ട് ടീച്ചർ പഠിപ്പിക്കുന്നതെല്ലാം കേട്ടോണ്ടിരിക്കും. അങ്ങനെ ടീച്ചർ ഒരു സെന്റൻസ് പഠിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ ഇവരും ചിരി സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി ടീച്ചറും ഓക്കെ ഞാൻ ബോധമില്ലാതെ കുറെ പറഞ്ഞുപോയി, സമ്മതിച്ച്, ഇനി കൺട്രോൾ ചെയ്യണ്ട, ചിരിക്കണേ ചിരിച്ചോ. എന്നിട്ട് ടീച്ചറും പറഞ്ഞോടെ അവെല്ലാം പൊട്ടി ചിരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഷെങ്ങും ടീച്ചറെ നിങ്ങൾ എപ്പോഴത്തെ മതി സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഇരിക്കണ്ട, നിങ്ങൾ ഫൺ ടൈപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഏതിന് അവരൊക്കെ പറയുമ്പോഴാണ് മിണ്ടാരിയാണെന്ന് പറഞ്ഞിട്ട് ടീച്ചറും ക്ലാസ് എടുക്കാൻ തുടങ്ങും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഷെങ് നൈസിന് ടീച്ചറിനെ കാണാൻ വേണ്ടി വരും. ടീച്ചറെ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് എനിക്ക് വീട്ടിലേക്ക് പോകണം, എന്റെ അപ്പൂപ്പം വയ്യാതെ കിടക്കുക. ഏതിന് അവൻ പറയുമ്പോൾ ടീച്ചറും എന്തോ പറ്റി, ഞാൻ കൂട്ടിന് വരണോ? ഏതിന് ടീച്ചർ ചോദിക്കുമ്പോഴാണ് അവനും അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചോദിക്കണം, ടീച്ചർ എനിക്ക് ലീവിനുള്ള പെർമിഷൻ മാത്രം തന്നാൽ മതി. ഏതിന് അവന് സൈൻ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് അടുത്തായിട്ട് അവന്റെ കൂട്ടുകാരന്മാരും ഒരുത്തിനും വരും. ടീച്ചറെ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് എനിക്ക് പോകണം, എന്റെ അപ്പൂപ്പം വയ്യായിരിക്കുക. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ടീച്ചറും ചെറിയൊരു ഷോക്കാവും. ഷെങ് പറഞ്ഞ അതേ ഡയലോഗ് ആണല്ലോ പറഞ്ഞ്. അങ്ങനെ അടുത്തതായിട്ട് മറ്റവനും വരുമ്പോഴാണ് ടീച്ചർ അവനെ തടഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഉച്ചയ്ക്ക് 3 മണിക്ക് പോകണം, നിന്റെ അപ്പൂപ്പം വയ്യ കിടക്കുന്നത് അതല്ല. ഏതിന് ടീച്ചർ ചോദിക്കുമ്പോഴാണ് അവനും അതെങ്ങനെ ടീച്ചറെ നിങ്ങൾ അറിഞ്ഞ? ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് ടീച്ചറും ദേഷ്യത്തി എടാ നിങ്ങൾ 3 പേരും ക്ലാസ് ഇട്ടിട്ട് എവിടെയാണ് പോകുന്നത്? ഏതിന് ടീച്ചർ പറയുമ്പോഴാണ് അവന് സത്യം പറയും ഉച്ചയ്ക്ക് 3 മണിക്ക് ബാസ്കറ്റ്ബോൾ മാച്ച് ഉണ്ടെന്ന്. അങ്ങനെ ഇവനെ വിട്ടില്ലെങ്കിലും ഷെങ്ങിനെങ്കിലും വിടാൻ പറയുമ്പോഴാണ് ടീച്ചർ ഇത് കേട്ടിട്ട് ഒരു പ്ലാൻ ചെയ്യും. അതിനുശേഷം ഇംഗ്ലീഷ് ക്ലാസ്സും കഴിയുമ്പോഴാണ് 3 മണിയായെന്ന് പറഞ്ഞ് ഷെങ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന് നോക്കും. അപ്പോഴാണ് ടീച്ചർ അവിടെ വന്നിട്ട് എടാ ഷെങ് നീ ഇവിടെ ഇരുന്ന്, നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഏതിന് ടീച്ചറും പറയുമ്പോഴാണ് അവന് ഷോക്കായിട്ട് എന്തോ ടീച്ചറെ, ഞാൻ പെർമിഷൻ ചോദിച്ചല്ലേ, എനിക്ക് വീട്ടിൽ പോകണം, അപ്പൂപ്പ അവിടെ വയ്യായിരിക്കുക. ഏതിന് ഇവൻ പറഞ്ഞു നോക്കുമ്പോഴാണ് ടീച്ചറും അപ്പൂപ്പനോടെ കിടക്കട്ട്, നമുക്ക് ആദ്യം സ്പെഷ്യൽ ക്ലാസ് പഠിക്കാം. ഏതിന് ആദ്യം തന്നെ ആ ഡോറൊക്കെ ലോക്ക് ചെയ്യാൻ പറയും. അങ്ങനെ അതോടെ അവന് മാച്ച് കാണാൻ പറ്റത്തില്ലെന്ന് അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് ടീച്ചറും ഇപ്പൊ ഫ്രീ ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും ബാസ്കറ്റ്ബോൾ മാച്ച് ആണെന്ന് പറയും. ഇത് കേട്ട് അവെല്ലാം സന്തോഷപ്പെടുമ്പോഴാണ് ടീച്ചറും അപ്പുറത്തെ ക്ലാസ് നടക്കുന്നുണ്ട് ശബ്ദം ഉണ്ടാക്കാതെ കാണാൻ പറയും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ഷെങ്ങും ടീച്ചറെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നില്ല, താങ്ക്സ്, ഞാൻ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല, നിങ്ങളാ സൂപ്പർ ടീച്ചർ. ഏതിന് അവരൊക്കെ ഒരുമിച്ച് ഇന്ന് സന്തോഷത്തെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ആ വഴി കൂടെ പോകുന്ന ടീച്ചറിന്റെ പ്രൊഫസർ ഇതൊക്കെ കാണുന്നത്. അതോടെ അടുത്ത സെക്കൻഡ് തന്നെ ടീച്ചറിനെ വിളിച്ച് വഴക്ക് പറയും, ഫ്രീ സമയത്ത് നോട്ട്സ് കൊടുക്കാതെ അവരെ മാച്ച് ആണ് സമ്മതിക്കുന്നതെന്ന്. അപ്പോഴാണ് ടീച്ചറും അത് ചെയ്തതിന് ഒരു റീസൺ ഉണ്ടെന്ന് പറയാൻ വരുമ്പം പ്രൊഫസർ അത് കേൾക്കാതെ ഇനി തൊട്ട് ടീച്ചർ ആ ക്ലാസ്സിലേക്ക് പോകണമെന്ന് പറയും. ഇതിട്ട് ടീച്ചറും പറ്റില്ലെന്ന് പറയുമ്പോഴാണ് ആ സാറും തർക്കിക്കുന്നത്, മിസ് ചാൻ നിങ്ങൾ അവരുടെ ക്ലാസ് ടീച്ചറാ, പക്ഷെ ഈ സ്കൂളിലെ ഏറ്റവും ലാസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സാ, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഒന്നും സെറ്റ് ആകത്തില്ല, നിങ്ങൾ ഞാൻ ക്ലാസ് 1 മാറ്റാം, അവിടുത്തെ പിള്ളേരൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കുന്ന, നിങ്ങൾക്ക് അതാ സേഫ്, ഇവന്മാരെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കണ്ടെങ്കിൽ ഞാൻ പറയുന്നതിലേക്ക് നിങ്ങളുടെ ടാലന്റിന് ക്ലാസ് 1 പഠിപ്പിക്കാൻ പോകും, ഇവർക്ക് ഞാൻ വേറെ ടീച്ചറിനെ ഒപ്പിച്ചോളാം. എന്നിന് സാറും ടീച്ചറിനെ ഫോഴ്സ് ചെയ്യും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ സ്ട്രൈക്ക് നടത്താൻ വേണ്ടി പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ പ്രൊഫസറിനെ കണ്ട് വഴക്കുണ്ടാക്കാൻ പോകുമ്പോഴാണ് സാർ അവിടേക്ക് വന്നോടെ പെട്ടെന്ന് ലീഡറായ ഷെങ് അവിടെ നിന്ന് ഓടിപ്പോകും. ഇത് കണ്ട് അവരിൽ ഓടി പോകുമ്പോഴാണ് ജിൻഹാനും ലിങ്ഷിയും മാത്രം അവിടെ നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് സാർ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ഇവിടെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ലിങ്ഷിയും ജിൻഹാനും കൂടെ ഞങ്ങൾ കളഞ്ഞു പോയതാന്ന് പറഞ്ഞിട്ട് അവർ നൈസിന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവരെല്ലാം കൂടെ ഷെങ്ങിനോട് ദേഷ്യപ്പെടും, ഒരു ലീഡറായിട്ട് നീ തന്നെ ആദ്യം പോയെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവരും ഞാൻ പേടിച്ചെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പേടിക്കാവോ, എന്തായാലും നമ്മുടെ ടീച്ചറിന് വേണ്ടി നമ്മൾ തന്നെ സ്ട്രൈക്ക് നടത്താൻ ആ സാറിനെ വെറുതെ വിട്ടാൽ പോരാ. എന്നിട്ട് ഇവരെല്ലാം കൂടെ വേറൊരു ഐഡിയ ചെയ്യും. അങ്ങനെ സാറ് ബാത്റൂമിൽ പോയാലും അവിടെ ഇവന്മാര് ടീച്ചറിനെ തിരിച്ചാണെന്ന് പറഞ്ഞ് ഒരു ലെറ്ററിനകത്ത് എഴുതിയിട്ടേക്കും. അപ്പോഴാണ് ഇത് കണ്ട് സാറിന് ദേഷ്യത്തി ബാത്റൂമിൽ വെച്ച് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഏതിനെ സാർ എവിടെ പോയാലും യുവമാരുടെ ലെറ്റർ ആണ്. ഇത് കണ്ട് സാറിന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവർക്ക് മാത്സ് എടുക്കാൻ വേണ്ടി പുതിയ ടീച്ചർ വരുമ്പം അവരെല്ലാം അപ്സെറ്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ടീച്ചറും പിള്ളേരെ നിങ്ങളൊന്നും എന്നോട് ദേഷ്യപ്പെടണ്ട, ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നില്ലെങ്കിൽ എന്നെ
എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും. ഞാൻ എങ്ങനെയൊക്കെ നിങ്ങൾ ടീച്ചറെ തിരിച്ചുകൊണ്ടേ ശ്രമിക്കാം. ഏതിന് ആ ടീച്ചറും പറയുമ്പോഴാണ് അവിടേക്ക് സാറും വന്നിട്ട് ഈ പേപ്പറൊക്കെ ആരെടുന്നതെന്ന് അവരോടൊക്കെ ദേഷ്യപ്പെടും. അപ്പരാണ് ചെങ്ങും, സാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറെ തിരിച്ചു വേണം. ഏതിന് അവൻ എല്ലാവരും കൂടെ പറയുമ്പോഴാണ് സാർ ഇനി തൊട്ട് ഈ ടീച്ചറാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയും. അപ്പരാണ് ജിൻഹാനും അതിന് റീസൺ എന്തോ ചോദിക്കുമ്പോഴാണ് സാർ ഇവരൊക്കെ മാർക്ക് കുറവായിട്ട് വാങ്ങിക്കുന്നുണ്ട്, ടീച്ചറിനെ വേറെ ക്ലാസ്സിലേക്ക് മാറ്റിയെന്ന് പറയും. അപ്പരാണ് ജിൻഹാനും ഒരേ പ്രാവശ്യം ഇവർ നല്ലോണം മാർക്ക് വാങ്ങിച്ച ടീച്ചറിനെ തിരിച്ചുകൊണ്ടുവരും ചോദിക്കുമ്പോൾ ആ സാറും പുച്ഛത്തി നിങ്ങളെ കൊണ്ടൊക്കെ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പരാണ് ചെങ്ങും, സാറേ എന്റെ അവസാനത്തെ എക്സാമിൽ നിന്ന് നല്ലോണം ഇമ്പ്രൂവ് ആയി, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഏതിന് അവരെല്ലാരും കൂടെ പറയുമ്പോഴാണ് ഇത് കേട്ട് സാറും, ഓക്കെ എങ്കിൽ പിന്നെ ഈ എക്സാമിന് നിങ്ങൾ എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ തിരിച്ചുകൊണ്ടുവരാം, അതെന്റെ വാക്ക്. ഏതിനെ സാറും പറഞ്ഞിട്ട് പോയതോടെ ഇവരെല്ലാം ടീച്ചറിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇവരുടെ ക്ലാസ്സിന്റെ പുറത്തിരുന്നുകൊണ്ട് ടീച്ചർ വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് PT സാർ അടുത്തേക്ക് വന്നിട്ട്, എന്തോ പറ്റി, നിന്റെ ക്ലാസ്സിനെ നീ മിസ് ചെയ്യുന്നു, അങ്ങനെയാണ് നീ അകത്തേക്കൊന്നും സംസാരിക്കുന്നത്, അവർ നിനക്ക് വേണ്ടിയാ സാറിനോട് ചലഞ്ച് ചെയ്തേക്കുന്നത്, അവർ ജയിക്കുമെന്തോ. ഏതിന് സാറും പറയുമ്പോഴാണ് ടീച്ചർ ആ ക്ലാസ് കണ്ടിട്ട് അവർ ജയിച്ചാലും തോറ്റാലും എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലാസ് ആ ക്ലാസ് തന്നെ. ഏതിന് ടീച്ചറും പറയും. അതിനുശേഷം സാറും വീട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിന് കൊടുക്കാൻ വരുമ്പോഴാണ് അതിനകത്ത് ഇവന്മാർ ലെറ്ററൊക്കെ കാണും. ഇത് കണ്ട് സാറ് തടച്ചു വെക്കുമ്പോഴാണ് പ്രിൻസിപ്പൾ എന്തായിട്ടും ജയിക്കും. അപ്പോഴാണ് സാറും ചിരിച്ചിട്ട്, അതൊന്നുമില്ല, ഇത് വെള്ളമായിരുന്നു, ഞാൻ പോയിട്ട് ആ സൂപ്പ് എടുത്തോണ്ടരാം. എന്നിട്ട് സാർ അവിടെ നിന്ന് പോകുമ്പോഴാണ് പ്രിൻസിപ്പൾ ഇത് മനസ്സിലായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രിൻസിപ്പളും അവർക്ക് സപ്പോർട്ടാ. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.